ശതകോടീശ്വരനും അദാനി ഗ്രൂപ്പ് ചെയർമാനുമായ ഗൗതം അദാനിക്കെതിരെ ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അദാനിയുടെ ഇടപാടുകളിൽ JPC അന്വേഷണം വേണമെന്നും അദാനിയെ സംരക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ വഞ്ചനയ്ക്കും തട്ടിപ്പിനും കേസെടുത്ത പശ്ചാത്തലത്തിലാണ് രാഹുലിന്റെ ഈ വിമർശനം. ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി കോടികളുടെ സൗരോർജ്ജ കരാറുകൾ നേടി എന്നാണ് അദാനിക്കെതിരായ കേസ്. കോഴ നൽകിയ വിവരം US നിക്ഷേപകരിൽ നിന്ന് മറച്ചുവെച്ചുവെന്നും $2 ബില്യൺ മൂല്യമുള്ള സൗരോർജ്ജ വിതരണ കരാറുകൾ നേടുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് $250 മില്യൺ കൈക്കൂലി നൽകിയെന്നുമാണ് അദാനിക്കെതിരായ കുറ്റപത്രത്തിൽ ഉള്ളത്. കേസിന്റെ പശ്ചാത്തലത്തിൽ ഗൗതം അദാനിയെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണമെന്നും പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. അദാനി അമേരിക്കൻ നിയമങ്ങളും ഇന്ത്യൻ നിയമങ്ങളും ലംഘിച്ചുവെന്ന് വ്യക്തമായിരിക്കുകയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അദാനി സ്വതന്ത്രമായി പുറത്തിറങ്ങി നടക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. അദാനിക്കെതിരെ ഇന്ത്യയിൽ ഒരു നടപടിയും ഉണ്ടാകില്ല എന്നറിയാം. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. മാത്രമല്ല, സെബി മേധാവിയെ ഉടൻ സ്ഥാനത്ത് നിന്ന് മാറ്റണം. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പാർലമെന്റിൽ ഇക്കാര്യം ഉന്നയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്നും രാഹുൽ എടുത്തു പറഞ്ഞു. മോദിയുടെ സമ്പൂർണ്ണ പിന്തുണ അദാനിക്കുണ്ട് എന്നും നേതാവ് ആരോപിച്ചു. അദാനിയുടെ നിയന്ത്രണത്തിലുള്ളതിനാൽ മോദിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും രാഹുൽ കുറ്റപ്പെടുത്തി. സംഭവത്തിൽ ഉൾപ്പെട്ടവർ ആരായാലും അന്വേഷണം നേരിടണമെന്നും BJP-യെന്നോ പ്രതിപക്ഷമെന്നോ വേർതിരിവ് ഇതിൽ ഇല്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. BJP-യുടെ ഫണ്ടിംഗ് അദാനിയുടെ കയ്യിലാണ് എന്നും അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ആഗ്രഹിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും നേതാവ് പറയുകയുണ്ടായി. സെബി മേധാവി അദാനി BJP നെക്സസിനെ തങ്ങൾ തുറന്നു കാട്ടുമെന്നും രാഹുൽ വ്യക്തമാക്കി. ഗൗതം അദാനി, ബന്ധു സാഗർ അദാനി ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് US-ൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ന്യൂയോർക്കിൽ US അറ്റോർണി ഓഫീസാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന, അഴിമതി തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്.